magician, right? Or എൻ്റെ ടീം ഒരു മാജിക് ടീമോ അങ്ങനെയൊന്നുമില്ല. മാർക്കറ്റിംഗ് ഇസ് നെവർ എ മാജിക്, റൈറ്റ്? എൻ്റെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രീലാൻസിങ് വാസ് ഓൾവേസ് ഒരു ബാക്ക് എൻഡിൽ ഇങ്ങനെ ചിലപ്പോൾ 1-2 ക്ലയൻസിന്റെ വർക്കിങ്ങിന് എപ്പോഴും ബാക്ക് എൻഡിൽ നടക്കായിരുന്നു. ഐ ഓൾവേസ് യൂസ് ടു ഹാവ് എ ബൗണ്ടറി ബിറ്റ്വീൻ മൈ വർക്ക് ആൻഡ് മൈ ഫ്രീലാൻസിങ് തിങ്. ബട്ട് അതിൻ്റെതായ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. ഞാൻ 2 മണിയൊക്കെ കയറുന്ന രാത്രി പണിയെടുക്കും. അതിപ്പോൾ എനിക്കൊരു ശീലമായി. ഇന്നിപ്പോൾ എനിക്ക് 1 മണി കഴിയാണ്ടോ 2 മണി കഴിയാണ്ട് എനിക്ക് ഉറക്കം വരില്ല. പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഈ പുതുതായിട്ട് ഏജൻസിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഒരു ക്ലയന്റിനെ പ്രോപ്പറായിട്ട് ഓൺബോർഡ് ചെയ്യണം. ഞാൻ ആലോചിച്ചത് എൻ്റെ ICP, സോ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ എന്നൊരു സാധനമുണ്ട്. അത് ഞാൻ ഓൾറെഡി ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ടീമിനോട് പറഞ്ഞു നമ്മൾ ഈ ക്ലയൻസ് അല്ലാണ്ട് നമ്മൾ വേറെ ഒരു ക്ലയൻസിന് എടുക്കുക. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നത്. സൺസ്ക്രീൻ ജാക്കറ്റ്, ആ സൺസ്ക്രീൻ ജാക്കറ്റ് ഒറ്റ പ്രൊഡക്റ്റ് മാത്രം 50 lakhs സെയിൽസ് വന്നിട്ടുണ്ട്. അങ്ങനെ ട്രാവലിനൊരു ജോഗേഴ്സ് നമ്മുടെ സാധനം ഇല്ല. സോ നമുക്ക് നോക്കി വെക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരു ട്രയൽ ബാച്ച് ഒരു 100 പീസോ ഐ തിങ്ക് എൻ്റെ ഓർമ്മ 100-200 പീസ് നമ്മൾ ലോഞ്ച് ചെയ്തു. അപ്പോൾ ഒരു സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന ബ്രാൻഡിന് മാർക്കറ്റിംഗ് അസറ്റ്സ് ഉണ്ടാവില്ല, അതിനൊരു വീഡിയോസ് ഉണ്ടാവില്ല, UGC കോണ്ടന്റ്സ് ഉണ്ടാവില്ല. ആൻഡ് ഇതിൽ മിസ്റ്റേക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്, അപ്പം നിങ്ങൾ എത്ര അത് മരിച്ച് പണിയെടുത്താലും അത് സെല്ലാവില്ല, റൈറ്റ്? സോ ഇതൊക്കെയാണ് ഈ ഒരു ക്ലാരിറ്റി കുറേ മാർക്കറ്റേഴ്സിനുള്ളിൽ ഇല്ല. ഇന്ത്യയിലാവട്ടെ ലോകത്തിലാവട്ടെ എല്ലാവർക്കും മാർക്കറ്റിംഗ് റിക്വയർമെന്റ്സ് ഉണ്ട്, റൈറ്റ്? സോ മോർ ദൻ നിങ്ങൾ യെസ് പറഞ്ഞേക്കാളും നിങ്ങൾ പറയേണ്ടത് നോ ആണ് കൂടുതലും. ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ രണ്ടുപേരും വിചാരിക്കണം, റൈറ്റ്? അതിൽ രണ്ടുപേരല്ല. കറക്റ്റ്. അപ്പൊ ആ ടീം വർക്ക് ഇല്ലാത്ത ഫൗണ്ടർ എനിക്ക് വേണ്ട. ഐ നോ ഐ വിൽ ഗെറ്റ് ബെറ്റർ ക്ലയൻസ്. ഇന്ന് ആർക്ക് വേണമെങ്കിലും പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാം, സർവീസസ് ബിൽഡ് ചെയ്യാം. ഇന്ന് എല്ലാവർക്കും ക്യാഷ് ഫ്ലോ ഉണ്ട്, പൈസ ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. ക്ലയന്റ് നമുക്ക് റിസൾട്ട് നന്നായിട്ട് വരുന്നുണ്ട്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഏജൻസി ഒന്നും നമുക്ക് ഇത്രയും പോലും റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇനി 2 ദിവസം മുമ്പ് കൂടി എന്നെ വിളിച്ചിട്ട് ഷോപ്പിഫൈയിൽ ഞാൻ ആദ്യമായിട്ട് ഇത്ര റവന്യൂ കാണുന്നത്, ഇത് ആള് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പി ഫീലിംഗ് വരുന്നുണ്ടല്ലോ. അപ്പൊ തിരുപ്പൂർ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ വരും ആൾക്കാർ. നിങ്ങൾക്ക് ഞങ്ങൾ ടീച്ചർ മാനുഫാക്ചറേഴ്സ് ആണ്, നിങ്ങൾക്ക് വന്നിട്ട് ബ്രാൻഡ് തുടങ്ങണോ പറയൂ, ഞാൻ കൊണ്ടുപോകാം ഫാക്ടറിയിലേക്ക്.